മൂലം, പൂരാടം, ഉത്രാടം, ചിത്തിര, ചോതി, വിശാഖം, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അതിപ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുകയും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളും അതിൻ്റേതായ രാശിമാറ്റത്തിന് ഒരു പ്രത്യേക കാലയളവ് എടുക്കുകയും ആ സമയപരിധിക്കുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം കൊണ്ട് പല നക്ഷത്രക്കാരിലും ഒട്ടനവധി മാറ്റങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും. എന്നാൽ ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനത്തിനനുസരിച്ച് 27 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പലപ്പോഴും അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ വളരെയേറെ വ്യത്യസ്തവും ഒന്നിനൊന്ന് വിപരീതവുമായിരിക്കും. അതിനാൽ തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റു പല വ്യക്തികളെയും നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിക്കുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരാത്തത് എന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ നക്ഷത്രത്തിനനുസരിച്ച് ശുഭസമയമാണോ ദോഷസമയമാണോ നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പലപ്പോഴും നിങ്ങളുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് വ്യാഴം മിഥുനം രാശിയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലുള്ള സഞ്ചാരം കൊണ്ട് ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്നത്. അപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലുള്ള സഞ്ചാരം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളാണ്. ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളെയും തിരുത്തി കുറിക്കുന്ന തരത്തിലുള്ളവയായിരിക്കും. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളെ മാനസിക സംഘർഷത്തിൽ ആക്കുകയും നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തന്നെ പ്രതിസന്ധിയായി നിലനിൽക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ആ പ്രതിസന്ധികളെ തരണം ചെയ്താൽ മാത്രമേ ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരിൽ പല വ്യക്തികളും ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നവരും ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുമാണ്. അപ്പോൾ അത്തരത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ഭഗവാനോടുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചു പോകുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഭാഗ്യസമയമായിട്ട് തന്നെയാണ് ഈ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ചില ധനുരാശിക്കാർ കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ചില പ്രതിസന്ധികൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്ന സ്ഥലമായ വീട്ടിൽ നിന്ന് ഒരു വിധത്തിലുള്ള സമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത്.
മാത്രമല്ല ഇതിൽ പല മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെയും മനസ്സിന് വളരെയധികം വേദന സമ്മാനിക്കുന്നത് തന്നെ കുടുംബത്തിലുള്ളവരാണ്. അതൊരു പക്ഷേ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളോ, മരുമക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളോ, അതല്ലാതെ വീട്ടിലുള്ള മറ്റു വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ എന്തുമാകാം. എന്നാൽ വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള മനസമാധാനക്കേടുകളാണോ നിങ്ങൾ അനുഭവിച്ചിരുന്നത്, ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന സമയമാണ് തെളിയുന്നത്. കുടുംബത്തിൽ മനസമാധാനക്കേടുകൾക്ക് പകരം സന്തോഷമുണ്ടാകുമെന്നതിന് പുറമെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിലും ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ചില സന്തോഷങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനും അവരുടെ സന്തോഷം കാണുവാനായി ചില കാര്യങ്ങൾ ചെയ്യുവാനും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ദമ്പതികളിൽ ചിലർക്ക് ഈ ഒരു സമയത്ത് ഭാഗ്യം കാണുന്നു. ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ചില പുതിയ കാൽവെപ്പുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും ഒരുങ്ങുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ ചെയ്തു തുടങ്ങുവാൻ പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം സമ്മാനിക്കുമോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പുതിയ ചുവടുവെപ്പിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലുള്ള സംക്രമണം വളരെ ഭാഗ്യകരമായാണ് വരുന്നത്. മാത്രമല്ല ഈ ഭാഗ്യസമയത്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ സാമ്പത്തികമായി ഒരു ഉയർച്ച ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നു. മാത്രമല്ല ഇന്ന് ഈ അധ്യായം കാണുന്ന മറ്റു ചില ധനുരാശിക്കാരാണെങ്കിൽ കടബാധ്യതകൾക്ക് നടുവിലാണ് ഇപ്പോഴുള്ളത്. അതായത് കഠിനമായി അധ്വാനിച്ചിട്ട് പോലും ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല നിലവിലുള്ള ജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ഇതിൽ ചിലർക്ക് വലിയ ഒരു ധനവരവ് തന്നെ ഉണ്ടായെങ്കിലേ മതിയാകൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ധനുരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ചയോടെ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത് വൻ നേട്ടങ്ങളായിരിക്കും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയായിരിക്കും. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അകലുകയും ഏറ്റവും മനസമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും വ്യാഴത്തിൻ്റെ ഗുണഭാവം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇനി രണ്ടാമതായി വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം തുലാം രാശിക്കാരുടെയും ജീവിതം ഗുണദോഷ സമ്മിശ്രമാണ് എന്നതാണ് വാസ്തവം. അതായത് ചില സമയങ്ങളിൽ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിലനിൽക്കുകയും ചില നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തുല്യമായ തരത്തിലോ അതിലേറെയായോ ആയി പലപ്പോഴും ദുരിതപൂർണമായ അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ചില ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തുകയും നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതായത്
നിങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ പോലും നേർവിപരീതമായ ഫലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അത്തരത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടും നട്ടം തിരിയുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഏറ്റവും പ്രധാനമായി ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ച തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ മികച്ച ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില സ്രോതസ്സുകളിൽ നിന്ന് പോലും പണം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ചില ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ ഉടനടി പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ച് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുവാനുള്ള ഒരു വഴികളും നിങ്ങളുടെ മുമ്പിലില്ല. അപ്പോൾ എത്ര വലിയ സാമ്പത്തിക ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ളതെങ്കിലും അത് പരിഹാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ധനവരവ് ഈ വ്യാഴത്തിൻ്റെ ഗുണഭാവം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഒപ്പം തന്നെ തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ഈ ഒരു സമയം വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന് വരെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ വളരെയധികം മാനസിക സംഘർഷത്തിന് കാരണമാവുകയും ഒരല്പം പോലും സന്തോഷമില്ലാതെ എങ്ങനെയൊക്കെയോ ജോലി ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത്തരത്തിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തടസ്സങ്ങൾ നേരിടേണ്ടി വരികയും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മികച്ച തൊഴിൽ മേഖലയിലേക്ക് എങ്ങനെ എത്തിച്ചേരുവാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ മാർച്ച് മാസം 14-ാം തീയതി ശനിയാഴ്ചയോടെ ഏറ്റവും ഭാഗ്യകരമായ ഒരു സമയമാണ് തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ സ്വന്തമായി ഒരു ജോലിയില്ലാതിരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും ഇത് ഭാഗ്യസമയമാണ്. അതായത് നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സൗഭാഗ്യമായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഇന്ന് അധ്യായം കാണുന്ന ചില തുലാം രാശിക്കാർക്ക് വിവാഹം പ്രായം കഴിഞ്ഞെങ്കിലും വിവാഹ കാര്യങ്ങളിൽ തടസ്സം നേരിടേണ്ട അവസ്ഥ വളരെ നാളുകളായി അനുഭവത്തിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രതിസന്ധി കൊണ്ട് നിങ്ങൾക്ക് സ്വയം മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് എന്നത് മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഇത് ഒരു ദുഃഖകരമായ അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ അത്തരത്തിൽ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ വളരെയധികം നേരിട്ടിരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ ഭാഗ്യകരമായാണ് വരുന്നത്. കൃത്യമായി പറയാനാണെങ്കിൽ ഈ മാർച്ച് 14-ാം തീയതി ശനിയാഴ്ചയോ ശനിയാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങളിലോ ആയി വിവാഹ കാര്യങ്ങളിൽ വളരെ മികച്ച ഒരു മാറ്റം തുലാം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെയും തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള വീടുകളിൽ മറ്റുള്ള ചില ശുഭകാര്യങ്ങളും ഈ ഒരു സമയത്ത് നടക്കുവാൻ പോകുന്നതായി കാണുന്നു. ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ തുലാം രാശിക്കാർക്ക് ഇതുവരെ സ്വന്തം വീട്ടിൽ ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളുടെ നാളുകളായുള്ള സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നത്. ആഗ്രഹമുണ്ടെന്ന് മാത്രമല്ല, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും അത് നേടിയെടുക്കുവാൻ അഹോരാത്രം കഠിനാധ്വാനം തുടരുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അപ്പോൾ അത്തരത്തിൽ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കുവാനും അവിടെ സർവ്വ ഐശ്വര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനും പല തുലാം രാശിക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ ഗുണഭാവം കൊണ്ട് ഭാഗ്യം കൈവരും. അപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് വീട് പണി തുടങ്ങി വച്ചിരുന്ന തുലാം രാശിക്കാർക്ക് അത് വേഗത്തിൽ പൂർത്തീകരിക്കുവാനും ഇനി തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്
വേഗത്തിൽ ആ ഒരു ശുഭകാര്യം ആരംഭിക്കുവാനുമുള്ള യോഗമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ തുലാം രാശിക്കാർക്ക് ശത്രുദോഷം കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ചില ദുരിതപൂർണമായ അവസ്ഥകളുണ്ട്. അതായത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരായി ചെയ്യുന്ന ചില ദുഷ്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാവുകയാണ്. മാത്രമല്ല, ഇതിനൊരു പരിഹാരം എങ്ങനെ നിങ്ങൾക്കുണ്ടാകും എന്നതിനെപ്പറ്റി ചിന്തിച്ചാൽ പോലും അതിന് നിങ്ങൾക്ക് ഉത്തരമില്ല. എന്നാൽ വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് തുലാം രാശിക്കാരിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ശത്രുദോഷങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അകലുകയും നിങ്ങളെ ദ്രോഹിച്ചവർക്ക് തിരിച്ചടി ലഭിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമാണ് തെളിയുന്നത്. അപ്പോൾ ഈ ദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുന്നതിനാൽ തന്നെ പല പ്രതിസന്ധികളും നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും ജീവിതം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്നതാണ് വാസ്തവം. അപ്പോൾ തുലാം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നതിന് പുറമെ തന്നെ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും സന്തോഷവും സമാധാനവുമെല്ലാം തന്നെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഈ മാർച്ച് 14 ശനിയാഴ്ച എന്ന് പറയുന്നത്. ഇനി വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഈ മാർച്ച് മാസം 14 ശനിയാഴ്ച വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കാണുന്ന പല കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ ഒട്ടനവധി സമാധാനക്കേടുകളും മാനസിക സംഘർഷമുളവാകുന്ന തരത്തിലുള്ള കാര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം തന്നെ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല, ഓരോ ദിവസവും പ്രതിസന്ധികൾ ജീവിതത്തിൽ അധികരിച്ച് ഇങ്ങനെ പോയാൽ ജീവിതം എവിടെ ചെന്ന് നിൽക്കുമെന്ന് വരെ ചിലർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം ഇതുവരെ ജീവിച്ചു തീർത്ത ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിൽ ഭൂരിഭാഗവും ദുരിതങ്ങൾ തന്നെയാണ്. എന്നാൽ അങ്ങനെ എല്ലാം കൊണ്ടും ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ തലവര മാറുവാൻ പോകുന്ന സമയമാണ് ഈ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് തെളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്ന ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാരിൽ നിങ്ങൾക്ക് സ്വയം ജീവിതത്തെ പറ്റിയുള്ള ചിന്താഗതി തന്നെ പോസിറ്റീവ് ആകുന്ന തരത്തിലുള്ള ഒരു മാറ്റം തിരിച്ചറിയുവാൻ കഴിയുകയും നിങ്ങളിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ചിരുന്ന ചില കാര്യങ്ങൾ പോലും വീണ്ടും പുനരാരംഭിക്കുവാനും ചില കാര്യങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ ഇറങ്ങിത്തിരിക്കുവാനുമുള്ള യോഗം കർക്കിടകം രാശിക്കാരിൽ ചിലരിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ കാലങ്ങളായി പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നിങ്ങൾക്ക് വെറും ആഗ്രഹം എന്നതിലുപരി ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഒപ്പം തന്നെ ഈ മാർച്ച് 14 ശനിയാഴ്ച വാഹനവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏറ്റവും മികച്ച ഒരു ദിവസവും കൂടിയായിരിക്കും ഇത്. ഇനി ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കർക്കിടകം രാശിക്കാരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത് തന്നെ സാമ്പത്തിക പ്രതിസന്ധികളാണ്. അതായത് ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ കടബാധ്യതകൾ വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ വഴികളിലൂടെയും ജീവിതത്തെ ഒരു മെച്ചപ്പെട്ട തലത്തിലേക്ക് എത്തിക്കുവാനായി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പാഴാകുന്ന തരത്തിലുള്ള അനുഭവമാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത്. അത്തരത്തിൽ കടബാധ്യതകൾ കൊണ്ട് ഇപ്പോൾ ചില പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ഈ ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന ചിന്തയിൽ വരെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. കാരണം
നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഓർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ഉരുകുകയാണ്. എന്നാൽ അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഭാഗ്യമാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് തെളിയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ട തലത്തിലേക്ക് എത്തുകയും നിങ്ങളുടെ കുടുംബം ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുവാൻ പോകുന്ന സമയമാണ് നിങ്ങളിൽ കാണുന്നത്. ഇതിൽ തന്നെ ചില കർക്കിടകം രാശിക്കാർക്ക് നിങ്ങളുടെ മക്കളുടെ പുനർപഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തുക ഉടൻ ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം മുന്നിൽ നിൽക്കുന്ന അവസ്ഥയിലുള്ള കർക്കിടകം രാശിയിൽ പിറന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ അത്ഭുതകരമായ ഒരു ധനവരവിലൂടെ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ മാർച്ച് 14 ശനിയാഴ്ച കർക്കിടകം രാശിക്കാർക്ക് ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. കാരണം ഏറ്റവും മികച്ച ആരോഗ്യത്തോടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. അതോടൊപ്പം തന്നെ കുടുംബത്തോടൊപ്പം ഏറ്റവും സന്തോഷത്തോടെ കർക്കിടകം രാശിക്കാർക്ക് സമയം ചെലവഴിക്കുവാൻ കഴിയുകയും ചില പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കഴിയുകയും ചെയ്യുന്ന ദിവസവും കൂടിയായിരിക്കും ഇത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ മാർച്ച് 14 ശനിയാഴ്ച എന്ന് പറയുന്നത് ഒട്ടനവധി ജീവിത നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.